അല്ലെങ്കിൽ അതിൻ്റെ അളവുകോല് ഒരിക്കലും മക്കളുടെ അക്കാഡമിക് പെർഫോമൻസിലേക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെയൊക്കെ പേപ്പറിലുള്ള ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല, എത്തേണ്ടതില്ല എന്നാണ്. കാരണം ആ മാർക്ക് അവരെങ്ങനെയെല്ലാം ആയി തീരണമെന്ന് തീരുമാനിക്കുന്നത് ഒരിക്കലും ആ കുട്ടികളുടെ മാർക്കല്ല. അത് ഏറ്റവും കുറഞ്ഞ, ഏറ്റവും ചെറിയ ഒരു ശതമാനം ഘടകം മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പല ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ് ഏറ്റവും മികച്ചവൻ, ഏറ്റവും മികച്ചവളായി നമുക്ക് നമ്മളെ മക്കളെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സന്തോഷത്തിലുള്ളവരൊക്കെ സന്തോഷത്തിൽ തന്നെ തുടരുക. ആ സന്തോഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആസ്വദിക്കാനുള്ള ഭാഗ്യം ലഭിക്കുമാറാവട്ടെ. ഇന്നിവിടെ സങ്കടപ്പെടുന്ന കുറെ അമ്മമാരുണ്ടാവും. മാർക്ക് കുറഞ്ഞല്ലോ, എന്തുകൊണ്ട് മൂത്ത കുട്ടീൻ്റെ പോലെ മോക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇളയ കുട്ടീൻ്റെ പോലെ മോന് കിട്ടിയില്ല, അല്ലെങ്കിൽ അയൽവക്കത്തെ ഓള കുട്ടികളെ പോലെ എൻ്റെ കുട്ടിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ബെഞ്ചിൽ അപ്പുറപ്പുറത്തിരിക്കുന്ന കുട്ടികളെ പോലെ ഇവന് കിട്ടിയില്ല. പലതും ആവാം നമ്മുടെ ചിന്തകള്. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കാം. പക്ഷെ അതിൻ്റെ പരിണിത ഫലം ഒന്നാണ് സങ്കടം, സന്തോഷമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ആ സങ്കടപ്പെടുന്നവർക്ക്, ആ വിഷമിക്കുന്നവരോടാ പറയണേ, 100% നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കുക. നേരത്തെ ഈ പറഞ്ഞ നമ്മുടെ റോളുകൾ നമ്മളിൽ നിക്ഷിപ്ത ദോഷം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള മക്കളായി മാറുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരുക. ആ നമ്പർ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായ്ച്ചു കളയുക. കേൾക്കണ്ട എല്ലാവരും? ആ നമ്പറിന് ഇങ്ങനെ മനസ്സുകൊണ്ട് നടക്കണ്ട, എന്നങ്ങോട്ട് പുറേക്ക് ചെല്ലട്ടെ, ഇല്ലേ? സ്കൂള് വിട്ട് ഓനും വരട്ടെ, അല്ലെങ്കിൽ ഓടും വരട്ടെ. ഉമ്മ പാപ്പാക്കും വല്യമ്മമാർക്കും ഒക്കെ കുറേ കുട്ടികളും മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? എൻ്റെ വല്യപ്പാക്ക്, എൻ്റെ ഉപ്പാക്ക് 14 മക്കളാണ്. എൻ്റെ ഉപ്പാക്ക് 10 സഹോദരങ്ങളുണ്ട്, 13 സഹോദരങ്ങളുണ്ട്, 10 ആൺകുട്ടികളും 4 പെങ്ങന്മാരും. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് വല്യമ്മ വളർത്തി വലുതാക്കിയത്, വല്യപ്പ വളർത്തി വലുതാക്കിയത് എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഒരു സംശയം തോന്നാറുണ്ട്, അത്ഭുതം തോന്നാറുണ്ട്. ഇവരൊക്കെ ഉദ്യോഗസ്ഥരാണ്, എല്ലാവരും നല്ല വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉള്ള ആളുകളാണ്. എങ്ങനെ എന്നൊരു ചോദ്യം മുന്നിലിരിക്കുമ്പോഴും ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് 1, 2, 3, 4 ഒക്കെ ഉള്ളൂ. പക്ഷേ ഇത് വളരെ പ്രയാസമുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പലപ്പോഴും നമുക്കുള്ളിൽ തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മെ തോന്നിപ്പിക്കാറുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഞാനൊരു കഥയിലൂടെ നമുക്ക് കുറച്ചുകൂടെ മനോഹരമായിട്ട് അത് വിശദീകരിക്കാം. കഥ ഇഷ്ടമാണല്ലോ അല്ലേ? ഹലോ, കഥയൊക്കെ ഇഷ്ടമല്ലേ? കഥയെ ഇഷ്ടപ്പെടാനൊരു കാരണമുണ്ട്. എനിക്ക് കഥകളെ ഇഷ്ടം ആവാനൊരു റീസൺ, മക്കളുണ്ടായതിനു ശേഷമാണ് കുറച്ചും കൂടെ കഥകളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. പണ്ട് കുഞ്ഞുനാൾ മുതലേ കഥകൾ ഒരുപാട് കേൾക്കും. ഓരോ ദിവസവും ഓരോ കഥകൾ കേൾക്കും. കാരണം ഉറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് കഥ കേൾക്കണം. ഞങ്ങൾക്ക് 3 പേരാണ്, ഒരു കാക്കയും അനിയത്തിയും. ഞങ്ങൾക്ക് 3 പേർക്കും കഥ നിർബന്ധമാണ്. അപ്പൊ ഉമ്മ കഥകൾ പറഞ്ഞു തരും. പിന്നെ കുറച്ചൊക്കെ ബുദ്ധി വെച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഉമ്മാന്റെ കഥകളൊക്കെ മിക്കവാറും ബഡായി കഥകളാണ്. ഇത് സ്റ്റോക്ക് ഔട്ട് ആവുമല്ലോ അല്ലേ പറഞ്ഞു. പിന്നെ അമ്മച്ചി ബഡായി ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഉമ്മത്വത്തിലേക്ക് ഞാനും പ്രവേശിച്ചപ്പോ എന്റെ സ്റ്റോക്കും ഔട്ടായി തുടങ്ങിയപ്പോൾ ഞാനും ബഡായിത്വത്തിലേക്ക് പോകാൻ തുടങ്ങി. ബഡായി കഥകൾ പറയുമ്പോ ഞാനല്ല എൻ്റെ മക്കൾ, ഞാൻ ആയിരുന്ന പോലെയല്ല ഇവരെന്ന ബോധ്യത്തിലേക്കും ഞാൻ എത്തി. കാരണം ബഡായി കഥയാകുമ്പോൾ ഇടയ്ക്ക് ചോദ്യങ്ങൾ വരും. അല്ലമ്മ, അതെങ്ങനെയാണോ സംഭവിക്കുക? അങ്ങനെയൊക്കെ ഇപ്പൊ ഉണ്ടാവോ? ഞാൻ ചിന്തിച്ചത്, അന്ന് എൻ്റെ ഉപ്പയും ബഡായി കഥകളൊക്കെ പറഞ്ഞു തരുമ്പോഴും, ഉപ്പ ഫ്രാൻസിൽ പോയി ഫുട്ബോൾ കളിച്ച കഥയൊക്കെ പറഞ്ഞു തരും എൻ്റെ ഉപ്പ. അപ്പൊ ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെട്ട് ഈ ടീമുകളിൽ കളിക്കാരെയൊക്കെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ പഠിച്ചോ എൻ്റെ ഉപ്പ ഏത് ഫ്രാൻസിൽ പോയാൽ കളിച്ചതെന്ന് ആലോചിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഉപ്പ ഫ്രാൻസിൽ പോയി കളിച്ച കഥയൊക്കെ കേട്ടിട്ട് ഭക്ഷണം കഴിച്ച ഓർമ്മയൊക്കെ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോ അന്ന് ഈ ബഡായി കഥകളൊക്കെ കേട്ട് തിരിച്ച് ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ അതിന്റെ ഗുണപാഠത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, അല്ലേ? അതിന്റെ ഗുണപാഠം എത്തുന്നതിന് മുമ്പേ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മക്കളിലേക്കൊക്കെ എത്തിയപ്പോഴത്തേന് ഗുണപാഠം കേൾക്കണവർക്ക് ആ ഗുണപാഠം എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ബഡായി കഥ നടക്കുമോ? നടക്കൂല, ഇംപോസിബിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ കഥകൾ
അവർക്കത് പറഞ്ഞു കൊടുക്കണം. ഉറങ്ങണമെന്നുണ്ടെങ്കിൽ കഥ പഠിക്കൽ നിർബന്ധം. അങ്ങനെയാണ് കഥകളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അതിൽപ്പെട്ട ഒരു കഥയാണ്. ഒരിക്കൽ ഒരു കർഷകനുണ്ടായിരുന്നു. ഈ കർഷകന് വിശാലമായ കൃഷിത്തോട്ടമുണ്ട്. വളരെ മനോഹരമായ കൃഷിത്തോട്ടമാണ്. ഏറെ വിളകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം. ഇദ്ദേഹത്തിനൊരു ശീലമുണ്ട്. എന്നും രാവിലെ തൻ്റെ തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്ന് വിളകളൊക്കെ വീക്ഷിച്ച് ആ വിളകളൊക്കെ ഇങ്ങനെ പരിചരിച്ച് തോട്ടം മുഴുവൻ ഇങ്ങനെ നടക്കും. തോട്ടത്തിൻ്റെ ഒരറ്റത്ത് ഒരു മൂലയിൽ വലിയൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ അരികിലേക്ക് ധൃതിയിലാണ് നടന്നു പോകും. അതിനൊരു കാരണമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു ചില്ലയിൽ ഒരു കിളിക്കൂടുണ്ട്. ഒരു പക്ഷി കൂട് വെച്ചിട്ടുണ്ട്. ആ കൂട്ടിൽ 4 മുട്ടകളുണ്ട്. അത് പരുന്താണ്. പരുന്തിൻ്റെ മുട്ടകളാണ്. ഇദ്ദേഹം എന്നിങ്ങനെ നടന്നു പോയി ആ മരത്തിന്റെ താഴെ എത്തിയിട്ട് മുകളിലേക്ക് നോക്കും. മുട്ടകൾ വിരിഞ്ഞിട്ടുണ്ടോ, പരുന്തിന്റെ കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടോ എന്നിങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കും. പതിവ് പോലെ അന്നും രാവിലെ നടന്നു പോയി മരത്തിനരികിലെത്തി മുകളിലേക്ക് ചില്ലയിൽ ഇരിക്കുന്ന ആ കൂട്ടിലേക്ക് നോക്കുകയാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ടോ എന്ന്. പക്ഷേ ചില്ലയും കാണാനില്ല, ചില്ലയിലുള്ള കൂടും കാണാനില്ല. മുഴുവൻ തെരഞ്ഞു നിലത്തൊക്കെ നോക്കുമ്പോൾ ചില്ലയോടെ ആ കൂട് താഴെ വീണ് കിടക്കണം. തലേ ദിവസം പെയ്ത മഴയിലും കാറ്റിലും ആ ചില്ല പൂർണ്ണമായും താഴേക്ക് വീണ് പോയിട്ടുണ്ട്. അദ്ദേഹം ഓടിച്ചെന്ന് നോക്കി. ആ കിളിക്കൂട്ടില് ഒരു മുട്ടയെങ്കിലും പൊട്ടാതെ ബാക്കിയുണ്ടോ എന്ന്. പ്രതീക്ഷിച്ചതുപോലെ 4 മുട്ടയിൽ 3 മുട്ടകൾ പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ ഒരു മുട്ട മാത്രം പൊട്ടാതെ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റി. അയാൾ എന്ത് ചെയ്തു? നേരെ ആ മുട്ടയും കൊണ്ട് അയാളുടെ വീട്ടിലെത്തി. വീട്ടിൽ കുറേ തള്ളക്കോഴികൾ മുട്ടയിട്ട് അവരുടെ മുട്ടയ്ക്കൊക്കെ അടയിരിക്കുന്നുണ്ട്. അതിൽ ഒരു അമ്മ കോഴിയുടെ മുട്ടകളുടെ കൂട്ടത്തില് ഈ പരുന്തിന്റെ മുട്ട കൂടി വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അമ്മ കോഴി തൻ്റെ മുട്ടകൾക്കെല്ലാം അടയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം രാവിലെ മനോഹരമായ ആ കാഴ്ച കർഷകൻ കാണുകയാണ്. മുറ്റത്ത് ഇറങ്ങി നോക്കുമ്പോ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങള് വിരിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട്. അമ്മ കോഴിയെ പോലെ തള്ളക്കോഴിയെ പോലെ കൊത്തി തിന്നും ചികിഞ്ഞും നടക്കുന്ന മനോഹരമായ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ നടുവിലതാ ഒരു പരുന്തിന്റെ കുഞ്ഞു. വളരെ കൗതുക നിറഞ്ഞ കാഴ്ചയായിരുന്നു അത്. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അമ്മ കോഴി കാണിച്ചു കൊടുക്കുന്ന പോലെ ഇങ്ങനെ കൊത്തി തിന്നുന്നുണ്ട്, ചികിയുന്നുണ്ട്. അതേപോലെ പരുന്തിന്റെ കുഞ്ഞും കൊത്തി തിന്നുന്നുണ്ട്, ചികിയുന്നുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം കർഷകന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ വിരുന്ന് വരികയാണ്. മനോഹരമായി സ്വീകരിച്ചു. വിരുന്നൊക്കെ ഒരുക്കി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ഈ കൂട്ടുകാരൻ പുറത്തിറങ്ങിയപ്പോൾ കൗതുകം നിറഞ്ഞ ഈ കാഴ്ചയാണ് കാണുന്നത്. മുറ്റത്ത് അമ്മക്കോഴിയും അമ്മക്കോഴിയുടെ കൂടെ കുറേ കോഴിക്കുഞ്ഞുങ്ങളും നടുവില് ഒരു പരുന്തിന്റെ കുഞ്ഞും. ഇയാൾക്ക് ഭയങ്കര അത്ഭുതമായി. കൂട്ടുകാരൻ കർഷകനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ കഥ? എന്താ? നല്ല രസമുണ്ടല്ലോ കാണാൻ, എവിടുന്ന് കിട്ടി ഈ പരുന്തിന്റെ കുഞ്ഞിനെ? കർഷകൻ നേരത്തെ നടന്ന കഥ മുഴുവൻ വിവരിച്ചു കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു. കൂട്ടുകാരൻ ചോദിച്ചു, ഇത് പരുന്തിന്റെ കുഞ്ഞ് തന്നെയല്ലേ? അതെ, പരുന്തിന്റെ കുഞ്ഞ. അതേ, കാഴ്ചയിലും പരുന്തിന്റെ കുഞ്ഞ് തന്നെയാ. പക്ഷെ എന്തുകൊണ്ട് അത് പറന്നിട്ടില്ലേ? അത് ഇതുവരെ പറന്നിട്ടില്ലേ എന്ന് അത്ഭുതത്തോടെ ചോദിക്കുമ്പോ കർഷകൻ പറഞ്ഞു, ഇല്ല, ഇത്ര ദിവസമായിട്ടും അത് പറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിന് ചിറക് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നേ. അത് അമ്മ കോഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ തൻ്റെ കൂടെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെ ചികിഞ്ഞും കൊത്തി തിന്നും ഇങ്ങനെ നടക്കും. കോഴിക്കൂട്ടിൽ പോയി അമ്മയുടെ ചിറകിനുള്ളിൽ ഒളിച്ച് കിടന്നുറങ്ങുകയും ചെയ്യും. ഇത് മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ എന്ന് കർഷകൻ പറയുമ്പോൾ കൂട്ടുകാരൻ അത്ഭുതത്തോട് കൂടിയിട്ട് പരുന്തിന്റെ കഥ കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പക്ഷി പരുന്തിന്റെ കുഞ്ഞ് പറക്കുന്നില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. കാരണം പരുന്തിന്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. പരുന്ത് മുട്ടയിട്ട് കഴിഞ്ഞാൽ, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അമ്മ പരുന്ത് ഒരു ജീവനുള്ള പാമ്പിനെ കൊത്തിക്കൊണ്ടുവന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കും. മക്കളെല്ലാവരും കൂടെ എപ്പോഴാണോ ഈ പരുന്തിന്റെ ജീവനോടെ തിന്ന് കഴിയുന്നത് ആ സമയം അമ്മ പരുന്ത് പറന്നു വന്ന് ഓരോ കുഞ്ഞുങ്ങളെയും കൊത്തി താഴേക്കിടും. ഈ താഴെ വീഴുന്ന സമയത്ത് ഏത് പരുന്താണോ പറന്ന് രക്ഷപ്പെടുന്നത് അവർക്ക് ജീവിതത്തിലേക്ക് പറക്കാം. പറക്കാൻ കഴിയാത്ത പരുന്തിന്റെ കുഞ്ഞുങ്ങൾ താഴെ വീണ് ചത്തുപോവുകയും ചെയ്യും. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ പരുന്ത്. അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് പറക്കുന്ന ഒരു പക്ഷിയാണ്, അതും
പക്ഷിയാണ് പരുന്ത്. ഇവിടെ അത്ഭുതമാണ്, ഇത്ര ദിവസമായിട്ട് ഈ പരുന്ത് പറഞ്ഞിട്ടില്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ആ പരുന്തിന്റെ കുഞ്ഞിനെ എടുത്ത് പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ്. അവരൊരു മലയുടെ മുകളിലേക്ക് കയറി ചെന്നു. മലയുടെ മുകളിലെത്തി ഈ പരുന്തിന്റെ കുഞ്ഞിനെ ദൂരേക്ക് എറിയുകയാണ്. ഇത് പറക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കയ്യിൽ ഇങ്ങനെ പരുന്തിന്റെ കുഞ്ഞിനെ പിടിച്ച് കർഷകന് സങ്കടം വരുന്നുണ്ട്. കാരണം അത് പറക്കുന്നത് ഇന്നേ വരെ കണ്ടിട്ടില്ല, അതിന്റെ ചിറകുകൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇല്ലാത്ത ചിറകുകൾ വെച്ച് അതിന് പറക്കാൻ സാധ്യമല്ല. അത് താഴെ വീണ് ചത്തുപോകുന്നത് കാണാനുള്ള ശേഷി ആ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. വിഷമിച്ചിരിക്കുമ്പോ തന്റെ കൂട്ടുകാരൻ ചേർത്ത് പിടിച്ച് ആ പരുന്തിന്റെ കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചെറിയാണ്. എന്നാൽ അത്ഭുതം, ഇദ്ദേഹം കണ്ട കാഴ്ച ഇതുവരെ കാണാത്ത ആ പരുന്തിന്റെ കുഞ്ഞ് അതിന്റെ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന വിശാലമായ ചിറകുകൾ വീശി മാനം മുട്ടേ പറന്ന് അത് രക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥ മാത്രമാണെങ്കിലും ഒട്ടും നിസ്സാരവൽക്കരിക്കാൻ സാധിക്കാത്ത, ഏറെ നമ്മുടെയൊക്കെ ജീവിതവുമായി ഒരു വേള നമ്മുടെ മക്കളുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു കഥ തന്നെയാണ്. നമുക്കറിയാം, ഇവിടെ പരുന്ത് ഇത്ര മനോഹരമായി പറക്കാൻ കഴിയുന്ന ഒരു പക്ഷിയായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അത് പറക്കാതിരുന്നത്? ഈ സാഹചര്യം എത്തുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ ഈ സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അത് ഈ കോഴികളെ പോലെ തന്റെ കൂടെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തന്റെ കോഴി അമ്മയെ പോലെ തന്നെ കൊത്തിത്തിന്നും ചിക്കിച്ചിരിഞ്ഞും മാത്രം നടക്കുന്ന ഒരു പക്ഷിയായി മാറിയാണ്. ഇതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് പറക്കാണ്ടിരുന്നേ? അങ്ങനെ പറയുമ്പോഴേ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളൂ. ചിലപ്പോൾ അങ്ങനെയാണ്. നമ്മളെ ഹൃദയത്തോട് ചേർന്ന് സംസാരമൊക്കെ ഉണ്ട് നമുക്ക് തോന്നണം, അപ്പോഴേ നിങ്ങളൊക്കെ മിണ്ടുള്ളൂ. ഹൃദയത്തോട് ചേർന്ന് തന്നെയാണോ സംസാരിക്കണേ? അപ്പൊ നിങ്ങൾ പറയണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ പോലൊരു ഉമ്മയാണ്. നിങ്ങളുടെ മക്കളുടെ പ്രായമുള്ള അതേ മക്കളെ വളർത്തി വലുതാക്കുന്ന ഒരു ഉമ്മയാണ്. അപ്പൊ നമുക്കാണ് സംസാരിക്കാനുള്ളത്, നമുക്കാണ് ചർച്ച ചെയ്യാനുള്ളത്. ഒരു പക്ഷേ ഞാൻ പഠിച്ച എൻ്റെ പ്രൊഫഷൻ, എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും നേടിത്തന്ന നൽകിയ എൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ ഒരു പ്രൊഫഷൻ, എൻ്റെ കരിയർ എന്നിൽ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അത്ര മാത്രമേ ഉള്ളൂ. ആ അനുഭവങ്ങൾ പങ്കുവെക്കുക. ആ അനുഭവങ്ങളിൽ നിന്നും കിട്ടിയ പാഠങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുള്ള ആ അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കാം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് പക്ഷെ പറക്കാതിരുന്നത്? അത് പറക്കുന്നത് കണ്ടിട്ടില്ല. അതിന്റെ കൂടെയുള്ള അതിനെ വളർത്തി വലുതാക്കുന്ന അമ്മ കോഴി പറക്കുന്നത് അത് ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ കൂടെയുള്ള മറ്റു കോഴിക്കുഞ്ഞുങ്ങൾ പറക്കുന്നത് അത് പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും. നമ്മുടെ മക്കള് മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ആരൊക്കെ ആയിത്തീരണം, അയാളുടെ ഭാവി ജീവിതത്തിൽ ആരെല്ലാം ഒക്കെ ആയിത്തീരണമെന്ന് തീരുമാനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്, രണ്ട് ഫാക്ടേഴ്സാണ്. അതിൽ 50% ആ കുട്ടിയുടെ, ആ മനുഷ്യന്റെ ഹെറിഡിറ്ററി ആണ്, അതായത് പാരമ്പര്യമാണ്. രണ്ടാമത്തെ ഘടകം ആ കുട്ടിയുടെ എൻവയോൺമെന്റ് ആണ്, ചുറ്റുപാടാണ്. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സും കൂടെ ക്ലബ് ചെയ്ത് വരുമ്പോഴാണ്, ഒരുമിക്കുമ്പോഴാണ് 100% ഒരു മനുഷ്യൻ, ഒരു കുട്ടി ആരായിത്തീരണം, അയാളുടെ ഭാവി ജീവിതത്തിൽ എന്തെല്ലാം ഒക്കെ ആയിത്തീരണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഇവിടെ ആദ്യത്തെ ഘടകം എന്തായിരുന്നു? ഹെറിഡിറ്ററി, പാരമ്പര്യം അല്ലേ? എന്താണ് ഈ പാരമ്പര്യം എന്ന് വെച്ചാല്? ആരാണ് പാരമ്പര്യം എന്ന് വെച്ചാല്? ഉമ്മയും ബാപ്പയും അല്ലെ? ഞാനും എൻ്റെ മക്കളുടെ ഹെറിഡിറ്ററിയിലെ പ്രധാനപ്പെട്ട ഘടകം ഞാനും നൗഷാദൊക്കെയാണ് എങ്കിൽ അവിടെ അവസാനിക്കുന്നില്ല. പാരമ്പര്യം എവിടെ വരെ പോവും? വല്യമ്മക്കും വല്യപ്പാക്കും പോവോ? തീർച്ചയായിട്ടും ഗ്രാൻഡ് പാരൻസിന് പോവും. പിന്നെയോ അവരുടെ ഗ്രാൻഡ് പാരൻസിന് പോവോ? പോവും. അവരുടെ ഗ്രാൻഡ് പാരൻസിനോ? അതും പോവോ? ഇത് എത്ര പോവും? ചുരുക്കി പറഞ്ഞാൽ പോവോന്ന് നോക്കണതൊക്കെ നിങ്ങൾ ആന്ന് പറഞ്ഞിട്ട് എത്ര